കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രന് വെല്ലുവിളിയായി ഇത്തവണയും മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കെ സുന്ദര. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുന്ദര മഞ്ചേശ്വരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അന്ന് 467 വോട്ടുകളാണ് സുന്ദരയ്ക്ക് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ വെറും 89 വോട്ടുകളുടെ വ്യത്യാസത്തിനായിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2016 BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രന്റെ വിജയത്തെ അപരന് തുല്യമായ വിധം നിർണായകമായി അട്ടിമറിച്ച കെ സുന്ദര ഇത്തവണയും മഞ്ചേശ്വരത്ത് മത്സരരംഗത്തുണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണയും കെ സുരേന്ദ്രനാണ് മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥി. അന്ന് കെ സുരേന്ദ്രന്റെ പരാജയത്തിനിടയാക്കിയത് കെ സുന്ദരയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. 89 വോട്ടിന് സുരേന്ദ്രൻ പരാജയപ്പെട്ടപ്പോൾ 467 വോട്ടാണ് അപരനായ കെ സുന്ദര നേടിയിരുന്നത്. എന്തായാലും ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പിക്കുകയാണ് കെ സുന്ദര. മത്സരിക്കുന്നുണ്ട്, മത്സര രംഗത്തിലുണ്ടാവും. ഞാൻ ആ മണ്ഡലം ഒന്നും പുരോഗതി ആയിട്ടില്ല. അങ്ങനെ ബസ് സൗകര്യം എല്ലാം ഇല്ല. കുറേ ആൾക്ക് കുറേ എന്തെല്ലാം സൗകര്യം കിട്ടേണ്ട ഗവൺമെന്റ് ആനുകൂല്യം കിട്ടുന്ന അത് ആരും ഉറപ്പിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ വേണ്ടിയിട്ട് ഇത് കിട്ടണം അറിഞ്ഞിട്ട് നമുക്ക് ഒരു നാട്ടുകാരുടെ അഭിപ്രായമുണ്ട്. എൻ്റെ മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ ഒന്ന് ജയിച്ചു പോയാലായല്ലോ 5 ദിവസത്തിന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായി സുന്ദര എത്തിയിരുന്നെങ്കിലും അവസാന നിമിഷങ്ങളിൽ നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നാലെ കോഴ വിവാദവും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ ഉണ്ടായെങ്കിലും കേസിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ കോടതി വെറുതെ വിടുകയായിരുന്നു. സുന്ദര ഇപ്പോൾ CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. തെരഞ്ഞെടുപ്പിൽ തന്റെ ബാല്യം മഞ്ചേശ്വരത്ത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് സുന്ദര ആവർത്തിക്കുമ്പോൾ മുന്നണികൾക്ക് ബലാബലമാകുന്ന മത്സരത്തിൽ സുന്ദരയുടെ സാന്നിധ്യം എങ്ങനെ നിർണായകമാകുമെന്ന് ആകാംക്ഷയിലാണ് എല്ലാവരും. പി സുന്ദര ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.